നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് കറിനാരങ്ങ അച്ചാറുണ്ടാക്കാം. അച്ചാറുണ്ടാക്കുന്നതിന് 2 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി 1 കിലോയും ഒരു 400 ഗ്രാമും ഉണ്ട്. ആദ്യമേ തന്നെ ഈ നാരങ്ങയുടെ തൊലി നൈസായിട്ട് അങ്ങോട്ട് ചെത്തിക്കളയുക. ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതേ കൂട്ടൊന്ന് പൊളന്ന് കൊടുത്ത് അതിൻ്റെ മേലിലത്തെ പാടയും അതിനകത്തെ കുരുക്കളും സെപ്പറേറ്റ് ചെയ്ത് കളയുക. അതിന് ശേഷം നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. നാരങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പോ പൊടിയുപ്പോ ഏത് വേണമെങ്കിലും ഇടാം. കല്ലുപ്പാണ് കുറച്ചും കൂടി നല്ലത്. കല്ലുപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. അതിന് ശേഷം മാത്രം നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാവുന്നതാണ്. ഇനിയൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നല്ലെണ്ണയല്ല. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 3 പച്ചമുളക്, ഒരു 10 to 12 ചുവന്നുള്ളി, ഒരു 2 ഉണ്ട വെളുത്തുള്ളി, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നാരങ്ങയും ഉള്ളിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 to 4 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. നാരങ്ങയെല്ലാം നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ കറി ഒന്ന് തിളയ്ക്കും. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരൊറ്റ മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറിനാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.